എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു വതർകുൽ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ളലാലത്തുൻ. രണ്ടാമത്തേത് സൂചിപ്പിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് ബിദ്അത്തുകൾ ഒഴിവാക്കുക എന്നാണ്. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിക്കാത്ത പുതിയ കാര്യങ്ങൾ, അതിനാണ് എന്ത് പറയുന്നത്? ബിദ്അത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ മൻഹജിൽ നിന്ന്, അഖീദയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പാതയിൽ നിന്ന് ഒരാളും ഷഹ്വാനിയായിട്ടുള്ള തിന്മകൾ കൊണ്ട് പുറത്താകില്ല. ഒരാൾ വ്യഭിചരിച്ചത് കൊണ്ട് അയാൾ അഹ്ലുസുന്ന എന്ന് പുറത്താവൂല. ഒരാൾ മദ്യപിച്ചുകൊണ്ട് അയാൾ അഹ്ലുസുന്ന എന്ന് പുറത്താവൂല. അയാൾ ഈമാൻ കുറഞ്ഞവനായിരിക്കും, പക്ഷേ യഥാർത്ഥ മൻഹജിൽ നിന്ന് പുറത്താവില്ല. ഒരാൾ മൻഹജിൽ നിന്ന് പുറത്താവും എന്തുകൊണ്ടാണ്? ബിദ്അത്ത് കൊണ്ടാണ്. സ്വഹാബികൾ മനസ്സിലാക്കാത്ത രീതിയിൽ ദീനിൽ എന്തെങ്കിലും വിശ്വാസമോ കർമ്മങ്ങളോ കൊണ്ടുവന്നാൽ അവനാണ് ഈ മൻഹജിൽ നിന്ന് പുറത്താവുക. ഷഹ്വാനിയായ ഇച്ഛകൾ കൊണ്ട് ഒരാളും ഈ മൻഹജിൽ നിന്ന് പുറത്താകില്ല. എന്നാൽ അവൻ ഈമാൻ ദുർബലനായിരിക്കും, ദുർബല ഈമാനുള്ളവനായിരിക്കും, പക്ഷേ മൻഹജിൽ നിന്ന് പുറത്താകില്ല. അതാണ് ബിദ്അത്തിന്റെ ഗൗരവം. ബിദ്അത്ത് അപകടം നിറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ ദീനി വിഷയത്തിൽ നാം പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. അത് അല്ലാഹു തആല സ്വീകരിക്കില്ല. അല്ലാഹുവിന്റെ അടുക്കൽ അതിനൊരു വിലയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും ളലാലത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ദീനിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കലാണ്. അത് വഴികേടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്.